നിങ്ങളൊന്നും പറയില്ല. ഞാൻ ഇന്നെന്താ ഉണ്ടാക്കാം, വെജ് എന്തെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ, വെജ് ഹൈസി പറഞ്ഞ പോലെ വെജ് കറി ഉണ്ടാക്കാം. അപ്പൊ വെജ് എന്ത് കറി ഉണ്ടാക്കാം? സ്പെഷ്യലായിട്ട് നമുക്കൊരു ദാൽ കറി ഉണ്ടാക്കാം. അതായത് ദാൽ ഫ്രൈ ഉണ്ടാക്കിയാലോ നമുക്ക്? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദാൽ കറിയാണ്. അതായത് ഹോട്ടലിൽ അതേപോലെ വീട്ടിലൊക്കെ വെക്കുന്ന സാധാ ദാൽ കറിയല്ല, ഇതൊരു സ്പെഷ്യലായിട്ട്. അതായത് ഇപ്പോൾ ബ്രോസ്റ്റും കുബൂസും വാങ്ങാണ്, അതിൻ്റെ കൂടെ സൈഡായിട്ട് വെക്കാൻ പോലെ ഒരു കറിയൊക്കെ ആണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയാലോ? ചപ്പാത്തി, പൊറാട്ട, കുബൂസ്, പിന്നെ അതേപോലെ പൂരി, എല്ലാത്തിനും പറ്റിയൊരു കറിയാണിത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അതേമാതിരി ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പറയണ്ടല്ലോ, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ദാൽ കറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഫോളോ മീ. ഓക്കെ, അപ്പോൾ അതിനാവശ്യമായത് ഞാനിവിടെ ചെറിയ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വെല്ലുള്ളി, ഒരു കുറച്ച് വലുതാണ്. പിന്നെ കൊറിയാണ്ടർ ലീഫ്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗാർലിക്കാണ്. ഇതൊരു 4-5 എണ്ണം ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എന്താ? കാശ്മീരി മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, നല്ല ജീരകം, പെരിഞ്ജീരകം. പിന്നെ നമുക്ക് വേണ്ടത് കസൂരി മേത്തിയാണ്. പിന്നെ നമുക്ക് ഇത്തിരി കായപ്പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചുവപ്പ് പരിപ്പും അതേപോലെ ചെറുപയർ പരിപ്പുമാണ്. ഇത് നമുക്ക് ഒരു വിസിൽ വരുത്താനുള്ളതാണ്. ഞാൻ അത് രണ്ടും എടുത്തിട്ടുള്ളത് 100 ഗ്രാമാണ്. പിന്നെ നമുക്ക് ഇത് കൂടാണ്ട് ഓയിലും കൂടി വേണേ. ഓയിൽ തന്നെ എടുക്കണേ. കോക്കനട്ട് ഓയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു നാടൻ ടേസ്റ്റ് വരും. അതുകൊണ്ട് ഓയിൽ തന്നെ എടുക്കണേ. ഇനി ഈ 2 പരിപ്പ് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതാ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിനാവശ്യത്തിന്, അതായത് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉപ്പ്, കുറച്ച് ഓയിൽ, പിന്നെ നമുക്ക് വെള്ളം ഒന്ന് കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം മൂടി ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം ഞാനിതാ വെല്ലുള്ളിയും അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടി ചോപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തക്കാളി ഞാനിതാ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ തക്കാളിയും വെല്ലുള്ളിയും അതേപോലെ ഗാർലിക്കും മല്ലിച്ചപ്പും ഒക്കെ റെഡി. ഇനി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ട് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അത് ചൂടായി വന്നപ്പോൾ നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ മതി, ഇത്ര ഓയിൽ. ഇനി നമുക്ക് ഒരു 1/4 സ്പൂണ് പെരിഞ്ജീരകവും അതേപോലെ ഒരു 1/2 സ്പൂണ് നല്ല ജീരകവും കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കണേ. എന്നിട്ട് നമുക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയാണ് ഇത് ഞാൻ ചോപ്പ് ചെയ്തത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇനി അതിലേക്ക് കുറച്ചൊന്ന് ഉപ്പിടണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വാടി വരാൻ ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ആ സമയം ആയപ്പോഴത്തേക്ക് ഒരു വിസിൽ വന്ന് പരിപ്പ് ഇവിടെ വേവിക്കാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ വാട്ടിയ ഉള്ളിയിലേക്ക് നമുക്ക് ഈ ടൊമാറ്റോ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കണേ. അതും കുറച്ചൊന്ന് വാടി വരുമ്പോൾ നമുക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു 1/4 സ്പൂണിൻ്റെ മേലെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇത്തിരി ഗരം മസാല, അതായത് ഒരു 1/4 സ്പൂണ്. പിന്നെ നമുക്ക് ഒരു പിഞ്ച് നമുക്ക് കായപ്പൊടി. ഓവറായാലും അത് സാമ്പാറിൻ്റെ ടേസ്റ്റിലേക്കാവേ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച പരിപ്പും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പെട്ടെന്നാവും. ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട, കാരണം വെന്ത സാധനമായതുകൊണ്ട് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട. പിന്നെ നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയത് ഷുഗർ, 1/2 സ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പിന്നെ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം
തിളച്ച് വരുമ്പോൾ നമുക്ക് മല്ലിച്ചപ്പ് കൊറിയാണ്ടർ ലീഫ് നമുക്ക് ഇതിലേക്ക് മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം, വെതറിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ കസൂരി മേത്തിയും അതേപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത്രേ ഉള്ളൂ, റെഡിയായി. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് കൂടി ആക്കി കഴിഞ്ഞാൽ റെഡി. ഇതാ കണ്ടില്ലേ? അപ്പോൾ നമ്മളെ ദാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിവിടെ കഴിക്കുന്നത് ചപ്പാത്തീൻ്റെ കൂടാണ്. അപ്പോൾ നമുക്കിത് എല്ലാവരും ടേസ്റ്റ് ചെയ്യാൻ നോക്കും. എല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ ഓടിപ്പോയി. അപ്പോൾ നമുക്ക് അപ്പോഴത്തേക്ക് ഇവർക്ക് രണ്ടാൾക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഫസ്റ്റ് ഞാൻ കാട്ടും കൊടുത്തേ. പൂച്ച വരുന്നില്ലേ? അപ്പോൾ ഇതിന് ഓള് വരുന്നില്ല, ഓള് പിണങ്ങി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ! ശരിക്കൊരു ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന ടേസ്റ്റാണ്, അതായത് ഒരു ഡാബ ടേസ്റ്റൊക്കെ ആണ്. ഒക്കെ ചോദിക്കണം. അപ്പോൾ പൂച്ച വരുന്നില്ലേ? വേഗം വാ, കുറേ ഗൈസ് വെയിറ്റ് ചെയ്തു.